കുറെ നേരമായി ഞാൻ ഇവന്റെ അടുക്ക് നേരത്തെ വരാൻ പറഞ്ഞ. ഞാനാണെ അവളെ വെയിറ്റ് ചെയ്ത് നിർത്തിയിരിക്കും ചെക്കന്റെ കാര്യം. എന്തോരം കോൾ ചെയ്തിടാൻ വിളിച്ചാൽ എടുക്കണം. നിന്നെ എത്ര വിളിച്ചാലും നീ എടുക്കത്തില്ല. എന്റെ പൊന്നറിയാ നീ പെടക്കാതെ ഞാൻ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തോട്ടെ. എടാ നീ പാർക്ക് ചെയ്തൊന്നും പെട്ടെന്ന് പാർക്ക് ചെയ്തിട്ട് വാടാ. ഞാൻ കുറെ നേരമായി. ഇനി അവിടെ ചെല്ലുമ്പോ എനിക്ക് തെറിയേക്കാം. സാധാരണ നിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാതെ ആയിരുന്നല്ലോ. എന്നാ പറ്റി? നീ എന്നാ പറഞ്ഞ് ഇറങ്ങി? അളിയാതെ ഞാൻ പറഞ്ഞു നിന്നെ വണ്ടി ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടത്തിയിരിക്കുവന്ന്. എന്നിട്ടാ ഇറങ്ങി. എന്നാലും അതൊരുമാതിരി കോത്താഴത്ത് ഏർപ്പാടായി പോയടാ. നീ എനിക്ക് തന്നെ വെച്ചല്ലോ റീത്ത്. അളിയ നീ ഒന്ന് ക്ഷമിക്ക. അതിന് നിനക്ക് റീത്ത് വെക്കാറായിട്ടില്ലല്ലോ. ഇന്നെങ്കിലും നീ അവൾക്ക് പറയും. അവളെ ചെല്ലുമ്പോ മുട്ടും കാലും പറിച്ച് നിൽക്കുന്ന. എടാ ഇന്ന് ഒറ്റ മൈൻഡാ. ഞാൻ എന്തായാലും ചെന്ന് പറഞ്ഞിരിക്കും. നീ ഒന്ന് കൂടെ നിന്നാ മതി. അതൊക്കെ നീ വേറെ വണ്ടിയിൽ ഇപ്പൊ പോകേണ്ടത്. എന്റെ വണ്ടി എടുക്കണം, നിന്റെ വണ്ടി എടുക്കണം. നിന്റെ വണ്ടി എടുക്കണ്ട, എന്റെ വണ്ടി എടുത്താ മതി. നീ എടുത്ത എല്ലാരും അങ്ങനെയാണല്ലോ. എല്ലാത്തിലും എന്നെ കൊണ്ട് വരുത്തിക്കണം. അത് ശരിയാ. കഴിഞ്ഞ ദിവസം ആ പെട്ടിക്കടയിൽ നീ കൊണ്ടുപോയി വണ്ടി ഇടിച്ച് കയറ്റിയിട്ട് ലാസ്റ്റ് നീ അവിടെ കണ്ണുകൊട്ടം കളിച്ചില്ല. എനിക്കിട്ട് ആ ഐഡി ഫുള്ള് കിട്ടിയത് നീ ഓർക്കുന്നുണ്ടോ? അതൊക്കെ വെട്ടിപ്പോയില്ലേ നീ? എനിക്കിട്ട് പറഞ്ഞിട്ടുള്ളല്ലോ. അപ്പൊ അതിലൂടെ വെട്ടിപ്പോയി. നീ ആദ്യം എനിക്കൊരു ട്രിക്ക് പറഞ്ഞ എങ്ങനെ അവളെ വളയ്ക്കും. അതിനുള്ള എന്തെങ്കിലും ഒരു ഐഡിയ നിന്റെ ബുദ്ധിയിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. അങ്ങനെയാണ് എന്റെ ഒരു ഐറ്റം ഉണ്ട്. നമുക്ക് പിക്കപ്പ് ലൈൻ പിടിച്ച് തുടങ്ങിയാലോ? കുറച്ച് ക്രിഞ്ചാണെങ്കിലും എന്തായാലും നീ പറ. കൊള്ളാമെങ്കിൽ നമുക്ക് പറയാം. എന്നാലേ ഒരു കിടിലൻ സാധനം പിടിച്ചോ. എന്റെ കയ്യിലുണ്ട് ബണ്ണ്, നീയാണ് എന്റെ നന്ന് എന്ന് പറഞ്ഞു നോക്കി. ഉറപ്പായിട്ടുള്ള ഇന്ന് ചെവിക്കല് നോക്കി നിനക്കൊപ്പം കിട്ടും. നിനക്കത് കിട്ടണം. അത് നീ എന്തുദ്ദേശിച്ചില്ല പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. നീ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലുള്ള ഒരു സാധനം പറഞ്ഞു തന്നിട്ട് ഞാൻ അവിടെ പോയി തിരിച്ചു പറഞ്ഞല്ലേ? അത് തന്നെ ഞാൻ എന്തോ പറഞ്ഞു തന്നെ. വിളക്കിന് വെക്കും കിണ്ടി, നീയാണ് എന്റെ കുട്ടീന്നല്ലേ പറഞ്ഞു തന്നത്. അത് ചെറുതായിട്ടൊന്നും അവിടെ പോയപ്പോ മാറിപ്പോയതല്ലേ ഉള്ളൂ. മാറിപ്പോയി. വിളക്കിന് വെക്കും കിണ്ടി, നീയാണ് എന്റെ അതായി. ബാക്കി ഞാൻ പറയുന്നില്ല. നാറ്റിക്കല്ലേടാ. അവൾ അടിക്കൽ എത്താറായി. എനിക്കാണ് ടെൻഷൻ അടിച്ചിട്ട് വേല. എന്നാ ചെയ്യും? നീ ടെൻഷൻ അടിക്കേണ്ടത്. നമ്മൾ അവളെ അടുക്കി വന്ന് നീ മിണ്ടാതെ അവൾക്ക് പോയിട്ട് വണ്ടി കയറാൻ പറയാ. അത്രയും മതി. നമുക്ക് അങ്ങോട്ട് പോകുമ്പോ സംസാരിക്കാൻ ബാക്കിയാണ്. അളിയാ കൂടെ നിന്നോണേ. ഞാൻ ഇറങ്ങി ചെല്ലുവാണേ. ഈ പേടിത്തോറിനെ കൊണ്ടാണ് ഇറങ്ങി ചെല്ലണം. ഞാൻ വല്ല തെറിയും വിളിക്കും. ഹലോ മഞ്ജു, ഞാൻ വിളിച്ചതേ ഒരു കാര്യം പറയാനായിരുന്നു. എന്തായാലും നമുക്കൊരു റൈഡ് പോയാലോ? നിന്റെ കൂട്ടാന് വണ്ടി ഇടിച്ച് അവനെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ വിളിച്ചത്? അതൊക്കെ ശരിയാ. എനിക്ക് അതിന്റെ കൂടെ ഒരു കാര്യവും പറയാനുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകുമ്പോ ഞാൻ പറയാം. നീ വിളിക്കലും കള്ളാണോ പറഞ്ഞ? നീ ആദ്യം അവളെ വിളിച്ച് വണ്ടി കയറ്റി, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോ ബാക്കി സംസാരിക്കാം. അതല്ല മഞ്ജു, എനിക്ക് വേറൊരു കാര്യം. നീ പറയുന്നുണ്ട് പറക്കോതെ നേരമായോണ്ട് തിരുവാതിര കളിക്കുന്നതാണ്. മഞ്ജു വന്നെങ്കിൽ ഒന്ന് വണ്ടി കയറും. നമുക്കാണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോ ഞാൻ പറയാം. അന്നെങ്കിൽ കേറുപാ. നമുക്ക് അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോകുമ്പോ സാവധാനമായിട്ട് നീ കാര്യം പറഞ്ഞാൽ മതി. അളിയാ കൂടെ നിന്നോണേ. നീ ആ ഹെഡ്സെറ്റ് ചെവിന്ന് എടുക്കരുത്. എനിക്ക് പറയുന്നത് എന്താന്ന് കേൾക്കണം. എടാ അവള് നിന്റെ കൂടെ ഫ്രണ്ടിലാണോ ഇരിക്കുന്നത്? അവളെന്താ ബാക്കിലോട്ട് വരാത്തെ? എടാ അതെനിക്ക് അറിയത്തില്ല. ഇനി എന്നെയാണോ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് അറിയത്തില്ല. പോടാ അതൊന്നും അല്ല. ഇവിടുത്തെ ഡോറിന് എന്തോ കംപ്ലൈന്റ് ഉണ്ടോ? അവള് കേറാൻ നോക്കുന്നുണ്ട്, പക്ഷെ കേറാൻ പറ്റുന്നില്ല. എന്തായാലും അവള് നിന്റെ കൂടെ ഇരിക്കട്ടെ. നമുക്ക് അവിടെ ചെന്നിട്ട് സംസാരിക്കാം. നീ എന്നെ വിളിച്ച് നമ്മുടെ കൂട്ടുകാരൻ അബി ആക്സിഡന്റ് ആയിട്ട് ഇറക്കുന്നത്. അബിയല്ലേ ഇരുന്ന് വണ്ടി ഓടിക്കുന്നേ. അപ്പൊ ആരാ ആക്സിഡന്റ് ആയിട്ട് ഇറക്കുന്നത്? അത് ഞങ്ങളുടെ വേറൊരു കൂട്ടുകാരനായിരുന്നു. അബി ഇവന്റെ സംസാരം കേട്ടിട്ട് എനിക്കെന്തോ വ്യത്യാസം പോലെ തോന്നുന്നല്ലോ. എന്തെങ്കിലും ഉണ്ടാകും? അങ്ങനൊന്നും ഇല്ല മഞ്ജു. അതൊക്കെ മഞ്ജുവിന്റെ തോന്നലായിരിക്കും. വളരെ പറയാനുണ്ടെങ്കിൽ പറ. അതെ മഞ്ജു, എനിക്ക് നിന്റെ അടുക്കൽ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എടാ ഇതിപ്പോ കൊറേ വട്ടോയില്ല. നീ പറയാനുണ്ടെന്ന് പറയുന്നെങ്കിൽ നീ തുറന്നു പറയാൻ എന്തുവാ പറയാനുള്ളത്? അത് നിന്നോട് എനിക്ക് ചെറിയൊരു അത് നോക്കിയപ്പോ വലിയൊരു ടവർ. ഞാൻ ആദ്യം ഈ ടവർ കാണുന്നേ. ബാക്കി പറയാ എന്നോട് എന്തുവോ. ഞാൻ ബാക്കി കേട്ടത് നീ ഒന്നും പറഞ്ഞായിരുന്ന? അല്ല ഒന്നും പറഞ്ഞില്ല. നിന്നോട് എനിക്കാണെങ്കിലേ അബി മര്യാദക്ക് വണ്ടി ഓടിച്ച് ട്രാക്കിൽ കൂടെ അതോ വണ്ടി ഓടിച്ചോണ്ട് പോകുന്ന നീ ആദ്യം മര്യാദക്ക് ഓടിച്ച് നിനക്ക് പണ്ടോട്ടുള്ള ശീലമായത്. അതെ മഞ്ജു, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഇനി നീ ബാക്ക് സീറ്റിൽ ഞാൻ ഇരുന്നില്ല. ഇനി നീ സാവധാനക്കാരി പറ. എന്താണ് എന്റെ അടുക്ക് നിനക്ക് പറയാനുള്ളത്? അതെ നിന്റെ നിന്റെ ഡ്രസ്സ് നല്ല രസമുണ്ട് കാണാൻ. അതാ പറയാൻ കോക്കാച്ചിയുടെ മോനെ കാര്യം പറയടാ മോനെ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നേ എന്തിനാ? അത് പറയാ. അളിയാ ഇതെന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ലടാ. ഞാൻ പറയാൻ നോക്കിയിട്ടാണ് ഇവള് മുഖത്ത് നോക്കിയിട്ട് എനിക്ക് എന്തോ. അതെ മഞ്ജു, അതല്ല വേറൊരു. ഏതൊരു നിനക്ക് എന്തോ സത്യത്തിൽ എന്റെ അടുക്ക് എന്തുവാ പറയാനുള്ള? നിന്റെ മനസ്സോർമ്മ പറ. എനിക്ക് ഞാനിപ്പോ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നേ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു നിന്റെ അടുക്കല്. എന്നാ ആദ്യം മഞ്ജു പറ, അത് കഴിഞ്ഞ് ഞാൻ പറയാം. വണ്ടിയിലാണെങ്കിൽ എണ്ണ ഇല്ല. ഞാൻ എണ്ണ അടിക്കാൻ കയറ്റി വന്നു. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ഒക്കെ സെറ്റ് ആക്കാൻ നോക്കണം.
അത് എടാ എനിക്ക് നിന്നെ സത്യത്തിൽ ഭയങ്കര ഇഷ്ടം. പിന്നെ തുറന്നു പറയാനുള്ളൊരു പേടി ഉണ്ടായിട്ട് അതിനാണ് ഞാൻ പറയാതിരുന്നത്. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം. ഓ അങ്ങനെ അവന്റെ കാര്യം രക്ഷപ്പെട്ടു. നീ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. എനിക്ക് കുറേ അധികം നിന്റെ അടുത്ത് സംസാരിക്കാനുണ്ട്. നീ എന്നെ കാണാൻ പറഞ്ഞ വിളിച്ചോണ്ട് വന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം. നീ ഒന്ന് ഇറങ്ങിക്ക്. എനിക്ക് നിന്റെ അടുത്ത് കുറേ അധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അളിയ എന്റെ മുട്ടും കാലും പിറക്കുന്നടാ. ഇവളെ എന്തൊക്കെയാടാ പറയുന്നത്? ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്ന സാധനമല്ലേ ഇവള് തിരിച്ച് എന്റെ അടുക്കേ പറഞ്ഞത്. എടാ കോപ്പ ഇറങ്ങിച്ചില്ലടാ, ഞാൻ പോയി എണ്ണ അടിച്ചിട്ട് വരാം. നീ ഇറങ്ങിച്ചില്ലേ? അവൾക്ക് സംസാരിക്കുക കാര്യം. അതേ മഞ്ജു, എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. ഞാൻ അത് പറയാൻ വേണ്ടിയാ ഇത്രയും നാള് നിന്നെ വിളിച്ചതും. ഇന്ന് നമ്മള് പോകുന്നത് ഹോസ്പിറ്റലിലോട്ടൊന്നും അല്ല. ഞാൻ കള്ളം പറഞ്ഞാ നിന്നെ കൊണ്ടുവന്നത്. അതെനിക്ക് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു. നീ എന്നെ കള്ളം പറഞ്ഞാൽ കൊണ്ടുപോകുന്നേ. പക്ഷെ നിന്റെ മനസ്സിൽ എന്റെ അടുക്ക് ഇഷ്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നിയത്. നീ വേറെന്തോ കാര്യം എന്റെ അടുക്ക് പറയാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചത്. അല്ല, എനിക്ക് കുറെ നാളായിട്ട് നിന്നോടുള്ള ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. തുറന്നു പറയാനുള്ള പേടി കാരണം ഞാൻ പറയാഞ്ഞത്. എന്തായാലും ഇപ്പൊ ഓക്കെ ആയില്ലേ? എനിക്ക് നിന്റെ അടുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ടോട്ട് തന്നെ എനിക്ക് കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കാര്യം നിന്റെ ഈ ക്യാപ്പും അതുപോലെ തന്നെ ഈ ഒരു ആ ബനിയനും ഈ ഒരു കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീ എപ്പോഴും ഇങ്ങനത്തെ ഡ്രസ്സല്ലേ കൂടുതൽ ഇടാറുള്ളത്. ഷോ, എന്റെ കോസ്റ്റ്യൂം ഒക്കെ ഇഷ്ടമാണല്ലേ? ആ, ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ ഗയ്സ്, എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒരു കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനും ഒട്ടും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം കമന്റ് ചെയ്യുക. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.